അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നിരന്തരമായി ചില പ്രസ്താവനകൾ നടത്തുമ്പോഴും ഏറ്റവും ശുഭകരമായ കാര്യം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. 10 വർഷത്തേക്കുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഏറ്റവും മികച്ച മാതൃകയായി ഇത് മാറും എന്നാണ് രാജ്നാഥ് സിംഗും പീറ്റ് ഹെഗ്സെത്തും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത്. ദീർഘകാലമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഈ കരാർ സഹായിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യക്ക് മേൽ പ്രതികാര ചുങ്കം നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയായിരിക്കാം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചിരുന്നത്. അതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ മോശമാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ അവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്.